ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂട്ട് ബൈ റിനു. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഭാവിയിൽ ആവശ്യം വന്നാലും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1, 2 ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ കറികളൊക്കെ ചൂടാക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി വെച്ച് അത് കഴിഞ്ഞ് കയ്പ്പൊക്കെ ഉണക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കാനിട്ട് പിന്നെ നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് തേങ്ങയൊക്കെ ചിരക്കി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ തസ്നിയുടെ കറിക്കുള്ള സബോള തക്കാളിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കടലക്കറി ഉണ്ടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള, വേപ്പില, പച്ചമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആയിട്ട് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി ആയതിനു ശേഷം നമുക്ക് വേവിച്ച് വെച്ച കടല നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കടലക്കറിയും പുട്ടായി കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി ഇത് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കാം. അങ്ങനെ ഉമ്മാടതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി അതിൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു കഴുകാൻ. ഐശുവിനെ ഐസിനെ ഹാളിൽ കളിക്കാൻ ഇരുത്തി. പിന്നെ നമുക്കിനി കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്. അപ്പോൾ അത് മെഷീനിലിടണം. അങ്ങനെ അലക്കൽ കഴിഞ്ഞ് മേലെ ഡ്രസ്സ് തോരടാൻ പോകുമ്പോൾ ബബ്ലൂസൊക്കെ മൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ച് അതുപോലെ ചെറിയോടെ വീണ് എടുക്കണ്ടായിരുന്നു പഴുത്തത്. അപ്പോൾ പിന്നെ അതിനെ ഞാൻ ഞെക്കി പിഴിഞ്ഞ് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ പഴുത്തിട്ടുള്ള ചെറി കാണുന്നത്. മുന്നേ വീട്ടിൽ ഇതുപോലെ മൂത്ത് നിൽക്കുമ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ പൊട്ടിക്കും, അതുപോലെ ഉപ്പിലിടും, നല്ല പുളിയാണല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ പഴുത്തിട്ട് ഇങ്ങനെ റെഡ് കളറായി കിടക്കണുണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയോ വെച്ചിട്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് ഫുള്ളിൽ ഞാൻ അതിനൊരു പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ബബ്ലൂസിൻ്റെ അല്ലിയൊക്കെ പൊളിച്ച് ഉമ്മാക്ക് കൊണ്ടുകൊടുത്തു. പിന്നെ ഐശുവിനും അത് നല്ല ഇഷ്ടമാണ് കേട്ടോ, ബബ്ലൂസ് ഐശുവിൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതിനും അവർ കിച്ചണിലൊക്കെ വന്ന് അലമ്പുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഉമ്മാക്ക് ഉലുവ വെള്ളം വേണം എന്നിട്ട് ഉലുവ വറുത്ത വെള്ളം ഉണ്ടാക്കി. അങ്ങനെ വെള്ളം ഫ്ലാസ്കിലാക്കി ഉമ്മാക്ക് കൊണ്ടുകൊടുത്തു. അപ്പോൾ ഇനി മീൻകറി വെക്കാണ്ട്. അപ്പോൾ കൂടുതൽ മീനാണ്. അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരകി അപ്പം ഇനി ഇത് അരച്ച് അപ്പോൾ കറി വെക്കാം. അപ്പോൾ
കറിയുടെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല, കാരണം മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറി പണി ഒരുവിധമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മീൻ കായം തേക്കണം. അങ്ങനെ മീൻ കായം തേച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി ഉണ്ണികൾക്കുള്ള വെള്ളം തിളപ്പിച്ച് വെക്കണം. അപ്പോൾ കരിഞ്ചീരകം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറേ ഒന്നും ഇടാൻ പാടില്ല, 2-3 ഉള്ളി ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇനി ഉപ്പാക്ക് വെള്ളം ചൂടാക്കണം കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം വെക്കണം. അങ്ങനെ വെള്ളം വെച്ച് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകി എന്നിട്ട് ഉമ്മാക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട്സ് കൊണ്ടുകൊടുത്തു. അപ്പോൾ ഇതിനും ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മുന്തിരി ജ്യൂസ് അടിച്ചു കൊടുത്തു. അങ്ങനെ ഗസ്റ്റൊക്കെ പോയി പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ഉപ്പാക്ക് വെള്ളം ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഈ വെള്ളം തന്നെയാണ് ഉപ്പ കുടിക്കൽ. അപ്പോൾ ഇഞ്ചി, അപ്പോൾ തന്നെ നല്ല ജീരകം, കരിഞ്ജീരകം, ഉലുവ അതൊക്കെ വെച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതുണ്ടാക്കി ഉപ്പാക്ക് കൊണ്ടുപോയി. ഇത് നമ്മൾ ഡെയിലി കുടിക്കുന്നത് നല്ലതാണ്, വെയിറ്റ് ലോസിനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിനി ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ മുരിങ്ങക്കായ ഉപ്പേരിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് നന്നായി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിടുക. അതുപോലെ തേങ്ങ, പച്ചമുളക്, ഒരു വേപ്പില ഇട്ടിട്ട് കുറച്ച് വേപ്പില ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ചില്ലിച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഈ ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ ആയിട്ടുള്ള ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് കായ് വരുമ്പോൾ നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ മുരിങ്ങക്കായ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ചതക്കുമ്പോൾ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ചതച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പേരി റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് പിന്നെ ഉമ്മാക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എന്നിട്ട് ഉമ്മ റൂമിൽ കൊണ്ടുവച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകും. ഇന്നതുപോലെ കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു നമ്മൾ പ്രൊഡക്ട്സ്. അപ്പോൾ പോയിട്ട് പോകുന്നതിൻ്റെ മുന്നേ ഉമ്മാക്ക് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവച്ചു. പിന്നെ കുറച്ച് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല വേണം. അത് ഉണക്കി പൊടിക്കാനാണ് നമ്മളെ പാക്കിലേക്ക്. അപ്പോൾ അത് ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലുണ്ട്. അവിടെ പോയിട്ട് അത് പൊട്ടിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് അപ്പോൾ ഇതിന് ഇവിടെ ആഷിക്കും ഷിറിയും വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പം വേറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ ബൂസ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതായപ്പോൾ കണ്ണോത്ത് പോയോണ്ടിരിക്കുകയാണ്. കണ്ണോത്ത് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പാക്കിൻ്റെ പണിയുണ്ട്, അത് കൊറിയർ അയക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ ഇതാണ് മിറാട്ട സ്കിൻ പാക്ക്. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത്. ഇത് നമുക്ക് ഫേസിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് കുറച്ച് ഓർഡർ ഉണ്ട്. അപ്പോൾ അത് പാക്ക് ചെയ്യണം, കൊറിയർ അയക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഈ പാക്കിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഷിറിൻസ് ഹെർബൽസ് എന്ന് പറഞ്ഞ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് പേജ് നോക്കുക, ചെക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പാക്ക് നമുക്ക് ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രൈറ്റ് ആവാൻ, അതുപോലെ തന്നെ പിമ്പിൾസ് വന്ന പാട് പോകാൻ, പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. നമ്മളൊരു കെമിക്കൽസും ഇല്ലാണ്ട് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഹോൾസെയിലായിട്ട് നമുക്കിന്ന് ഷോപ്പിൽ കുറച്ച് ഓർഡർ ഉണ്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ 100ൻ്റെ ബോട്ടിൽ 50 പീസും അതുപോലെ 2 കിലോ ലൂസായിട്ടാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു പാക്ക് ചെയ്യാൻ. അങ്ങനെ ഒരുവിധം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കാർഡ്ബോർഡ് ബോട്ടിലൊക്കെ അടക്കി വെച്ചു. പിന്നെ നമ്മളൊരു ലിപ് ബാം അവർക്ക് സാമ്പിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ച് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ഒരു കാർഡ്ബോർഡ് ബോട്ടിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്രസ്സ് ഒട്ടിച്ചിട്ട് ഇനി കൊറിയർ അയക്കാൻ പോകണം. അപ്പോൾ ഉമ്മ കുറേ നേരം ഈ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിന്ദേച്ചിട്ട് അവിടെ നിന്ന് നമുക്കിന്ന് സദ്യ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ നാട്ടിൽ വന്നതിൻ്റെ ഷാദിയിട്ടാണ് സദ്യ കഴിക്കണത്. സാമ്പാറും അവിയലും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഉമ്മയുടെ സ്പെഷ്യൽ മീൻകറി അതുപോലെ തന്നെ മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി ചോറുന്ന്. അങ്ങനെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഒരു പായസമാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് അങ്ങനെ ഞാൻ ഇക്കാടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ കൊറിയർ അയക്കണം. അങ്ങനെ ആശയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന് വീട്ടിലാക്കി തന്നു. അപ്പോൾ ഇതിനും ചായ കുടിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാക്കുപ്പം ചായ കൊണ്ടു കൊടുത്ത്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ വിത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ണൂത്ത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെക്കാൻ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത് വെക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ കളറ് ഒരു ക്രീം കളർ പോലത്തെ കളറാണ്. അതിന് നല്ല സ്മെല്ലാണ്. കർപ്പൂരത്തിൻ്റെ പോലത്തെ സ്മെല്ലാണ് ഇതിന്. നമ്മൾ പണ്ട് മുതൽ യെല്ലോ കളറുള്ള മഞ്ഞളാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്ന് പറയൽ. ഷോപ്പിലൊക്കെ അതാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടൽ. പക്ഷേ ഇപ്പോൾ കുറച്ച് അടുത്താണ് നമ്മൾ ഒരുവിധമുള്ളവർക്കൊക്കെ മനസ്സിലായത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഒരു ക്രീം കളറാണ്. അതുപോലെ യെല്ലോ കളറുള്ള കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മഞ്ഞക്കൂവ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നല്ല നീറ്റാണ് ഫേസിലിടുമ്പോൾ. ഇതാകുമ്പോൾ നല്ല തണുപ്പാണ് നമ്മൾ ഫേസിലിടുമ്പോൾ. അപ്പോൾ ഇതിന് നല്ല റേറ്റാണ്. 1 kg 4000 അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പൗഡർ വാങ്ങിക്കലുണ്ട്. അത് കറക്റ്റിന് കൃഷി ചെയ്തിട്ട് ഒരു താത്ത തരുന്നതാണ്. അപ്പോൾ അവിടുന്ന് താത്താടെ അടുത്ത് നിന്നാണ് ഞാൻ വാങ്ങിക്കല്. അപ്പോൾ താത്താടെ അടുത്ത് ഞാൻ ഇപ്രാവശ്യം കുറേ സീഡ്സ് വാങ്ങിച്ചു. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൂത്തും കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴിച്ചിടലൊക്കെ കഴിഞ്ഞു. ഇനി ചെടിയൊക്കെ നനക്കാനുണ്ട്. അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ കുറച്ച് മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച്. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കണം ഉമ്മാക്ക്. അപ്പോൾ ഗോതമ്പിൻ്റെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഉമ്മാക്ക് ദോശയും കറിയും കൊണ്ടു കൊടുത്തു. പിന്നെ ഉപ്പാക്ക് ചോറ് വിളമ്പി കൊടുത്തു. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞു. സഹലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിലത്തിരുന്നിട്ട് ഭക്ഷണം കഴിച്ച്. ഇതുപോലെ തറവാട്ടിലെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കണ ഓർമ്മയാണ് വന്നത്. അപ്പോൾ ഒരു നൊസ്റ്റ് പോലെ ആയിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പാത്രം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച്. അപ്പോൾ ഇതിനും ഉമ്മയും ഉപ്പൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അപ്പുറത്തെ പറമ്പിൽ ഫുള്ള് മിന്നാമിനുങ്ങ് ലൈറ്റ് കത്തണ കണ്ടപ്പോൾ നോക്കിയതാണ്. അപ്പോൾ ഫുള്ള് മിന്നാമിനുങ്ങ് ഉണ്ടായിരുന്നു. എന്താ പറയുക, കുറേ കാലത്തിൻ്റെ ശേഷം എന്താ പറയുക അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇത് കുറേ ആയിട്ട് എൻ്റെ ഗാലറിയിൽ എടുക്കുന്ന വീഡിയോസാണ്. ഞാൻ ഇനി ഒരു മെമ്മറി ആയിട്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നാളെ വരുമ്പോ തോപ്പൂന്റെ വീടിനതിന്റെ മുകളില് പോരാ കുറച്ച് കഴിഞ്ഞ അവിടെ ഉണ്ടോ? അതന്നെ തോപ്പ് ഇറങ്ങണമെന്ന് അറിയില്ലേ. പിന്നെ ചെരുപ്പന്തിയെ പുതുക്കല്ലേ ചെരുപ്പന്തിയെ അയ്യപ്പ തോപ്പൂന്റെ വീടിന്